ഗാന്ധി മാർഗത്തിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സമര സഖാക്കളായ ശ്രീ രാജേന്ദ്രൻ, ശ്രീ അയ്യപ്പൻ, ഇതിലെ സത്യാഗ്രഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സമര സഖാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ നമ്മുടെ ഈ തലമുറ കാണാത്ത ഒരു സമര സന്നദ്ധതയാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇത്തരമൊരു സമര സന്നദ്ധതയുടെയും അത് പലപ്പോഴും വൈകാരികമായ ഒരു പ്രഭാഷണ സ്വഭാവത്തിന്റെയും തലത്തിലേക്ക് എത്തുന്നത് എന്ന് ചോദിച്ചാൽ, വളരെ കൃത്യമായി മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയുന്ന, മനുഷ്യന് തടയാൻ കഴിയുന്ന ഒരു മഹാദുരന്തത്തെ തടയുന്നതിൽ ഒരു ആധുനിക ഭരണകൂടം വിഘാതം നിൽക്കുന്നു എന്നതാണ്. മനുഷ്യന് തടയാൻ കഴിയുന്ന ഒരു മഹാദുരന്തത്തെ തടയുന്നതിന് ഒരു ഫെഡറൽ ഘടന നിലനിൽക്കുന്ന ജനാധിപത്യ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ ഭരണകൂടം വിഘാതം നിൽക്കുന്നു എന്നതാണ് പലപ്പോഴും സമരം അല്ലെങ്കിൽ സമരത്തിന്റെ ആഹ്വാനം, സമരത്തിന്റെ പ്രഭാഷണങ്ങൾ വൈകാരിക തലങ്ങളിലേക്ക് പോകുന്നത്. നമുക്ക് ബോധ്യമുണ്ടാകാം, തമിഴ്നാടിനെതിരെയല്ല സമരം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ തമിഴർക്കെതിരെയല്ല സമരം നടത്തുന്നത്, മറിച്ച് തമിഴ് ജനതയുടെ അധികാരം കൈയാളിക്കൊണ്ടിരിക്കുന്ന ആധുനിക സമൂഹത്തിന്റെ ഒരു ഭരണപക്ഷം ഇത്രയും ക്രൂരമായ ഒരു സമീപനം സ്വീകരിക്കുന്നതിനെതിരെ ജനാധിപത്യപരമായ ഒരു സമരമാണ്. ഇവിടെ വളരെ ലളിതമായ ഒരു ചോദ്യം. ഇവിടെ ഈ സമരം നടക്കുമ്പോൾ ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് SDPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MK മനോജ് കുമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടറി ശ്രീ തുളസീധരൻ പള്ളിക്കൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സംസ്ഥാന സമിതി അംഗങ്ങളായ ശ്രീ CG ഉണ്ണി, അതോടൊപ്പം തന്നെ ഷെരീഫ് കാട്ടുംപുറം ഉൾപ്പെടെയുള്ള നേതാക്കളും ജില്ലാ നേതാക്കൾ ശ്രീ ഷറഫുദ്ദീൻ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് ശ്രീ നസറുദ്ദീൻ ഇളമരവും സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അബ്ദുൽ മജീദ് ഫൈസിയും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് നേതാക്കന്മാരും പ്രവർത്തകരും ഇന്ന് ചപ്പാത്തിൽ നടക്കുന്ന ഉപവാസ സമര പന്തൽ രാവിലെ മുതൽ എത്തിച്ചേർന്ന ഉപവാസത്തിൽ പങ്കുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ സമരത്തിൽ ലളിതമായി നമുക്ക് ചോദിക്കുവാനുള്ളത്? ഇത്രയും കാർക്കശ്യമായ, ജനവിരുദ്ധമായ, മനുഷ്യത്വരഹിതമായ, ക്രൂരമായ, അതിനപ്പുറത്ത് മൃഗീയതയെ പോലും ലജ്ജിക്കുന്ന ഒരു സ്വഭാവം സ്വീകരിച്ചു പോരുന്ന തമിഴ്നാടിന്റെ ഭരണ നേതൃത്വത്തോട് നമുക്ക് ചോദിക്കാനുള്ളത് ലളിതമായ ഒരു ചോദ്യമാണ്. അത് ലളിതമായ ഭാഷ്യമാണ്. ഇപ്പോൾ തമിഴ്നാട്ടിന്റെ ഒരു ഭാഗത്ത് ഗ്രാമീണരും തീരദേശ നിവാസികളുമായ ആയിരക്കണക്കിന് ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് ഒരു സമരം നടക്കുന്നുണ്ട്. നമുക്ക് ബോധ്യമുണ്ട്, കൂടംകുളം ആണവ നിലയത്തിനെതിരെ നടക്കുന്ന സമരം വളരെ കൃത്യമാണ്. സമരത്തിൽ സാധാരണക്കാർ പങ്കെടുത്തുകൊണ്ട് ഞങ്ങളെ നശിപ്പിക്കുന്ന, ഈ പ്രദേശത്ത് തകർക്കുന്ന, ഒരുപക്ഷെ മനുഷ്യൻ സമ്പാദിക്കുന്ന ഇത്തരം മഹാദുരന്തത്തിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമെന്ന് കമ്മീഷൻ ചെയ്യാൻ കാത്തിരിക്കുന്ന ഒരു ആണവ സംവിധാനത്തിനെതിരെ, പദ്ധതിക്കെതിരെ അതിശക്തമായി സമരം നടക്കുമ്പോൾ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ശ്രീമതി ജയലളിത പരസ്യമായി ആ പ്രദേശത്ത് വന്നുകൊണ്ട് പ്രസംഗിച്ചു. അതിനപ്പുറത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനം എന്ന നിലയിൽ ഒരു ഫെഡറൽ ഭരണ സംവിധാനം നിലനിൽക്കുന്ന ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പത്രമാധ്യമങ്ങളത് വളരെ കൃത്യമായി വിശകലനം ചെയ്തിട്ടുണ്ട്. ഇല്ല, തമിഴ്നാട്ടിൽ ജയലളിത എന്ന് പറയുന്ന ഞാൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്തോളം ജനങ്ങളെ ബാധിക്കുന്ന അത്തരം ഒരു ആണവ നിലയം കമ്മീഷൻ ചെയ്യാൻ അനുവദിക്കില്ല. ജനവികാരത്തോടൊപ്പം നിന്നുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ തീരുമാനത്തിനെതിരെ ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പറഞ്ഞുവെങ്കിൽ മനുഷ്യത്വമുള്ള പലരും അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. കാരണം സാധാരണക്കാരുടെ പ്രശ്നമാണ്, തീരദേശ നിവാസികളുടെ പ്രശ്നമാണ്. ഒരുപക്ഷെ അത്തരം ഒരു നിലയം മാറ്റി മറ്റെവിടെയെങ്കിലും സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങളുടെ സ്വസ്ഥത, നഷ്ടപ്പെട്ട സ്വസ്ഥത വീണ്ടെടുക്കാൻ അവസരമുണ്ടായാൽ അത് ശ്ലാഘനീയമാണ്. അത് ഭരണകൂടം ചെയ്യേണ്ടതാണ് എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല.
അതേ നിലപാട് സ്വീകരിച്ച ശ്രീമതി ജയലളിതയോട് കേരളീയർക്ക് ചോദിക്കാനുള്ളത്, മനുഷ്യത്വമുള്ളവർക്ക് ചോദിക്കാനുള്ളത്, ഈ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് രാജ്യത്തിന്റെ അഖണ്ഡത തകരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന പൗരധർമ്മമുള്ള രാജ്യത്തിന്റെ പൗരഭൂരിപക്ഷത്തിന്, മനുഷ്യപ്പറ്റുള്ളവർക്ക്, മാനവിക ബോധമുള്ളവർക്ക് ഈ രാജ്യത്തിന്റെ പക്ഷത്തിൽ നിന്നുകൊണ്ട് ശ്രീമതി ജയലളിതയോട് ചോദിക്കാനുള്ളത് ഒറ്റ ചോദ്യമാണ്. എന്തുകൊണ്ട് കേരളത്തിന്റെ 40 ലക്ഷം വരുന്ന ജനങ്ങളെ നേരിട്ട് ബാധിക്കുമെന്ന് എല്ലാ പഠനങ്ങളും ബോധ്യപ്പെടുത്തിയ ഒരു മഹാദുരന്തത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, രാത്രികൾ ഉറക്കം ഉപേക്ഷിച്ചുകൊണ്ട്, ഒരു മഹാദുരന്തത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങളുടെ മുകളിലേക്ക് ഒലിച്ചു വരാൻ പോകുന്ന, ഒഴുകിയെത്താൻ പോകുന്ന ഇത്രയും വലിയ ദുരന്തം, അതിനൊരു പരിഹാരം കാരണമെന്ന് കേരളീയർ പറയുമ്പോൾ, മനുഷ്യത്വമുള്ളവർ പറയുമ്പോൾ അത് അനുവദിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്ന ഇരട്ടത്താപ്പിന് ഒരു വിശകലനം ചെയ്യാനുള്ള ഒരു സാന്ദർഭിക ബോധം, ഒരു സാമാന്യ മര്യാദ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ശ്രീമതി ജയലളിതയ്ക്ക് ഉണ്ടാകണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഏത് വേദികളിലും ഇവിടെയും ആവശ്യപ്പെടാനുള്ളത്. അതൊരു സാമാന്യ മര്യാദയാണ്. കൂടംകുളത്ത് ആയിരങ്ങളെ ബാധിക്കുന്ന പ്രശ്നമെങ്കിൽ ഇത് ജനലക്ഷങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അവിടെയാണ് നാം തിരിച്ചറിയേണ്ടത്. ഒരു പക്ഷേ കൂടംകുളത്ത് സംഭവിക്കാൻ പോകുന്ന ആ മഹാദുരന്തത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധ്യമാകുന്നുവെങ്കിൽ ഇവിടെയുള്ള ഏക പരിഹാരം പകരം ഡാം നിർമ്മിക്കാൻ എന്ന കാര്യത്തിലും നമുക്ക് തർക്കമില്ല. അതുകൊണ്ട് ഇത് തമിഴ് ജനതയ്ക്കെതിരെയല്ല, ഇത് തമിഴ് ഭാഷയ്ക്കെതിരെയല്ല, മറിച്ച് തമിഴരുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രതിബദ്ധതയില്ലാത്ത അധികാരം കൈയാളുന്ന അധികാരിവർഗത്തിന്റെ തമിഴ്നാട് ഭരണകൂടത്തിന്റെ ദുഷ്ടരാക്കിനെതിരെയുള്ള ഒരു സമരമാണ്. ഇത് മാനവികതയുടെ സമരമാണ്. അതോടൊപ്പം ഇതിന് രാഷ്ട്രീയമില്ല. ഇവിടെ സഖാവ് രാജേന്ദ്രന് രാഷ്ട്രീയമുണ്ടാകാം, അദ്ദേഹത്തിന്റെ സമരത്തിന് രാഷ്ട്രീയമില്ല. ഈ പ്രദേശത്തിന്റെ, ഈ സംസ്ഥാനത്തിന്റെ ജനങ്ങളുടെ താല്പര്യത്തോടൊപ്പം നിന്നുകൊണ്ട് നടത്തുന്ന ഒരു സമരമാണ് അയ്യപ്പൻ നടത്തുന്നത്, രാജേന്ദ്രൻ നടത്തുന്നത്, അതുപോലെ ബിജിമോളമ്മൻ നടത്തുന്നത്, അങ്ങനെ പലരും നടത്തുന്നത്. കക്ഷി രാഷ്ട്രീയ, ജാതിമത, പ്രാദേശിക ചിന്തകൾക്ക് അധീനമായി ഇത് കേരളത്തിന് വേണ്ടിയുള്ള സമരമാണ്. ഈ സമരത്തെ വിശകലനം ചെയ്യേണ്ട കാര്യമില്ല. ഇത് നിസ്വാർത്ഥതയുടെ സമരമാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, അബദ്ധത്തിൽ പോലും ഒരു തമിഴ് സഹോദരന് നേരെ ആക്രോശത്തോടെ കയ്യോങ്ങുന്ന അബദ്ധം നമ്മുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. വൈക്കോയുടെ നേതൃത്വത്തിൽ നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ മലയാളികൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ കത്തിക്കുന്നുണ്ട്. പക്ഷേ അത്തരം ഒരു വൈകാരികത, അച്ചടക്കമില്ലാത്ത, ഒരു മനുഷ്യത്വമില്ലാത്ത അക്രമത്തിന്റെ സ്വഭാവം നമുക്ക് യോജിച്ചതല്ല. അത് നാം സ്വീകരിക്കാൻ പാടില്ല. അവിടെയെല്ലാം സഹനത്തിന്റെ സമരശൈലി ബോധ്യപ്പെടുത്തിക്കൊണ്ട് നാം വിജയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിന്റെ ചരിത്രം അതാണ്, രാജ്യത്തിന്റെ ചരിത്രം അതാണ്, ലോകത്തിന്റെ ചരിത്രം അതാണ്. അത് മാത്രമല്ല, ഇത് ജനാധിപത്യ സമൂഹമാണ്, ജനാധിപത്യ ഭരണ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ്. എനിക്ക് സാന്ദർഭികമായി രാജ്യം ഭരിക്കുന്നവരോട് പറയാനുള്ളത്, ശ്രീ മൻമോഹൻ സിംഗ് നേതൃത്വം കൊടുക്കുന്ന UPA ഗവൺമെന്റിനോട് പറയാനുള്ളത്, മനുഷ്യത്വപരമായ ഒരു തീരുമാനമെടുക്കാൻ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം തകരാതെ തമിഴ്നാട്ടിൽ ഒരു ഉപരി വിപ്ലവം മുന്നിൽ കണ്ടുകൊണ്ട് അപകടകരമായ ദേശീയത വളർത്തിക്കൊണ്ട് ഒരു തെറ്റായ ദിശയിലേക്ക് തമിഴ് ജനതയെ നയിക്കാൻ ജയലളിതയും അതോടൊപ്പം തന്നെ വൈക്കോയും ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുമ്പോൾ കേരളത്തിൽ നിന്നും ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ, ഒരു പൊതുപ്രവർത്തകനോ, ഒരു മതനേതാവോ, ഒരു പൗരബോധമുള്ളവരോ ഒരിക്കലും അത്തരം അപകടകരമായ ദേശീയതയെ കുറിച്ച് പറയുന്നില്ല. ഞങ്ങൾ പൗരധർമ്മത്തെ കുറിച്ചാണ്, പൗരന് ജീവിക്കാനുള്ള അവകാശത്തെ കുറിച്ചാണ് പറയുന്നത്. അവന് ജനാധിപത്യ ഗവൺമെന്റിന് സാധ്യമാകുന്ന സംരക്ഷണം എടുക്കണം, അവൻ മുന്നിൽ കാണുന്ന അപകടം ദൂരീകരിക്കണമെന്ന ന്യായമായ ഒരു അവകാശം മാത്രമാണ് നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ശ്രീ മൻമോഹൻ സിംഗ് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ഈ കാര്യത്തിൽ മറ്റ് താല്പര്യങ്ങൾ, ഞാൻ പറയുന്നത് 40 ലക്ഷം ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് രാജിവെക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ആരെങ്കിലും പിൻവലിച്ചാൽ, ഒരുപക്ഷെ ജനാധിപത്യ സമൂഹത്തിൽ അബദ്ധത്തിലെങ്കിലും മൻമോഹൻ സിംഗിന് കൊടുക്കാൻ കഴിയുന്ന ഒരു സംഭാവനയായിരിക്കും അത് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് കാരണം 40 ലക്ഷം വരുന്ന ജനതയുടെ, 40 ലക്ഷം വരുന്ന ജനങ്ങളുടെ ജീവൻ കൊണ്ട് പന്താടൽ, ഇത് പൗരാണികമായ സമൂഹമല്ല, ഇത് പ്രാകൃതമായ സമൂഹമല്ല. അതാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്. ഇത് പുരോഗമന ലോകത്താണ് നാം ജീവിക്കുന്നത്, ആധുനിക ലോകത്താണ് നാം ജീവിക്കുന്നത്. പൗര സമൂഹത്തിന് പൗരധർമ്മത്തെ കുറിച്ചും മനുഷ്യാവകാശത്തെ കുറിച്ചും അതോടൊപ്പം ഒരു ജനാധിപത്യ ഗവൺമെന്റിൽ നിന്ന് ലഭ്യമാകേണ്ട നീതിയെ കുറിച്ചെല്ലാം കൃത്യമായി കാഴ്ചപ്പാടുള്ള ഒരു ആധുനിക സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു പ്രാകൃതമായ, അപകടകരമായ, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ ഒഴുക്കിക്കളയുന്ന, അറബിക്കടൽ മുഴുക്കിക്കളയുന്ന അപകടത്തിന്റെ നിസ്സംഗത ഉപേക്ഷിക്കണം. അതല്ലെങ്കിൽ ഈ സമരം, ഇന്ന് നടക്കുന്ന സമരം ഒരുപക്ഷെ ഈ ഒരു ഫെഡറൽ ഘടനയിൽ മധ്യസ്ഥനാകാൻ റോളുള്ള, ഇവിടെ സൂചിപ്പിച്ചു
ശ്രീ സഖാവ് കാനൻ രാജേന്ദ്രൻ ഇവിടെ സൂചിപ്പിച്ചാൽ വരുമ്പോൾ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു ഇവിടെ ഇടപെടാൻ അവസരമുള്ളത് തമിഴ്നാട് കേരളം കൂടിയിരിക്കണമെങ്കിൽ ഒരു മൂന്നാം കക്ഷി വേണം. ആരായിരിക്കണം ആ മൂന്നാം കക്ഷി? സെൻട്രൽ ഗവൺമെന്റ് ആകണം. അവിടെ ഇത് മന്ത്രിസഭയുടെ കാലാവധി നോക്കിക്കൊണ്ട് DMK-യെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോബികളെ നമുക്ക് സംശയിക്കാം. ഞാൻ വ്യക്തിപരമായി പറയുന്നു, ഒരു പക്ഷേ തമിഴ്നാട്ടിൽ നിന്നും സെൻട്രൽ ക്യാബിനറ്റിലുള്ള ചില പ്രധാനികളെ പോലും പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് 40 ലക്ഷം ജനതയുടെ ജീവൻ കൊണ്ട് പങ്കാടുന്നതെങ്കിൽ അത് അനുവദിക്കാൻ സാധ്യമല്ല, അത് അനുവദിക്കാൻ സാധ്യമല്ല, അത് അനുവദിക്കാൻ സാധ്യമല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്തരം നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, ധർമ്മത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട്, ശരിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, മനുഷ്യത്വത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ജനാധിപത്യപരമായ ഗാന്ധിയൻ സമരമുറകൾക്ക് അത് ഏത് നിലയിൽ ഏതറ്റം വരെ പോയാലും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പിന്തുണ കേരളത്തിന്റെ മുഴുവൻ മനസ്സുകൾ നൽകുന്ന പിന്തുണയോടൊപ്പം ഉണ്ടാകും. ഈ സമരം ചരിത്രത്തിൽ പരാമർശിക്കുന്ന സമരമായിരിക്കും. ഈ സമരം കേരളീയർ എന്നും സ്മരിക്കുന്ന സമരമായിരിക്കും. നിങ്ങൾ നടത്തുന്ന സമരം വിജയത്തിന് ശേഷം ഒരുപക്ഷെ ജനാധിപത്യ ഇന്ത്യ രൂപപ്പെട്ടതിന് ശേഷം മനുഷ്യന്റെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി, ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരമായിരിക്കും. സമരമാകട്ടെ, ഇത് വിജയം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ എല്ലാ പിന്തുണയും വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ സമര സ്വഭാവങ്ങൾക്കും ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഈ നിശ്ചയദാർഢ്യത്തോടെ സമരമനുഷ്ഠിക്കുന്ന സമര സഖാക്കളെ വീണ്ടും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.